ഉൾപ്പെടെ കഴുകുക. 4. തല അല്പം തടവുക. 5. 2 കാലുകൾ മെലിയാടി ഉൾപ്പെടെ കഴുകുക. 6. ഇക്കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുക. കോടതി മുമ്പായി സത്യം മാത്രം ബോധിപ്പിക്കുന്നു. താങ്കൾ എന്താണ് കണ്ടത്? ഞാൻ ഇസ്രായേൽ നമസ്കരിച്ചിട്ട് നോക്കുമ്പോൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ഇദ്ദേഹം വൈകി വരുന്നതായി കണ്ടു. സർ, കൃത്യം നടന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നു. സുബഹി നമസ്കാരത്തിന്റെ സമയം സുബഹിയുടെ സമയം 11 മുതൽ സൂര്യോദയം വരെയാണ്. അഥവാ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5:55 വരെ. സർ, ആ ദൃശ്യം കൊണ്ട് പ്ലേ ചെയ്യാൻ അനുവദിക്കണം. സാർ, ഇത് 6:50-നുള്ളതാണ്. വെറുതെയുള്ള സുന്നത്ത് നമസ്കാരം കറാഹത്താകുന്ന സമയങ്ങൾ താങ്കൾക്ക് അറിയുമോ? ഇല്ല. കേവൽ കാര്യം ആർക്കെങ്കിലും പറയാമോ? സമയം മുതൽ ഒരു കുന്നത്തിന്റെ അളവിൽ ഉയരുന്നത് വരെ, സൂര്യൻ ആകാശത്തിലെ കൃത്യമധ്യഭാഗത്ത് എത്തിയത് മുതൽ അവിടെ നിന്നും തെച്ചുവീഴുന്നുണ്ട്. സൂര്യൻ മഞ്ഞവർണ്ണമാകുന്നത് മുതൽ അത് അസ്തമിക്കുന്ന സമയം മുതൽ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ, അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ. സാർ, കൃത്യം നടന്ന ദിവസം 6:45-നാണ് സൂര്യോദയം. അതിനുശേഷം നമസ്കാരം കറാഹത്താണ് എന്നത് ഉമർ ഫാറൂഖിന്റെ 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി പോലും അറിയാവുന്നതാണ്. ഇത്തരം ബേസിക് കാര്യങ്ങൾ പോലും അറിവില്ലാത്ത സാക്ഷിയുടെ വാക്കുകൾ സ്വീകരിക്കരുത്. സാർ, എന്റെ കക്ഷിക്ക് നമസ്കാരത്തിന് നിയമങ്ങൾ വശമുണ്ട്. തെളിയിക്കാൻ അനുവദിക്കണം. നമസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്? നമസ്കാരത്തിന്റെ ഫർളുകൾ 14 എണ്ണമാണ്. 1. നിയ്യത്ത്. 2. തക്ബീറത്തുൽ ഇഹ്റാം. 3. നിൽക്കാൻ കഴിവുള്ള നിൽക്കുക. 4. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുക. 5. റുക്കൂ ചെയ്യുക. 6. റുക്കൂയിൽ നിന്ന് ഇഅ്തിദാൽ ചെയ്യുക. 7. 2 സുജൂദ് ചെയ്യുക. 8. 2 സുജൂദിനടിയിൽ ഇരിക്കുക. 9. ഇഅ്തിദാലിലും അതിനിടയിലുള്ള ഇരുത്തത്തിലും റുക്കൂയിലും സുജൂദിലും അടക്കമടങ്ങുക. 10. അവസാന അധ്യായത്ത് ഓതുക. 11. അവസാന അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. 12. ഈ കാര്യങ്ങൾ 12. അവസാന അധ്യായം സ്വലാത്തിനും നമസ്കാരത്തിനും വേണ്ടി ഇരിക്കുക. 13. ആദ്യ സലാം വീട്ടുക. 14. ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഷർത്തുകൾ, നമസ്കാരം അസാധുവാക്കുന്ന കാര്യങ്ങൾ, വളു മുറിയുന്ന കാര്യങ്ങൾ പറയാനാകുമോ? സർ, എന്റെ കക്ഷിക്ക് നമസ്കാരത്തിന്റെ എല്ലാ വശങ്ങളും അറിവുള്ളതാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. സർ, പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ഗുരുതര ആരോപണത്തിലുള്ള സാക്ഷിയെ ഹാജരാക്കാൻ അനുവദിക്കണം. ശരി.
അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഈ മക്കളിവിടെ അവതരിപ്പിച്ചത് അവരുടെ 4